ഹലോ, അപ്പോൾ നമ്മുടെ വിഷുവൊക്കെ കുളമായി പോയായിരുന്നു. നമ്മുടെ ഒരു ക്ലോസ് റിലേറ്റീവ് നമ്മളെ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ട് ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ ഹായക്കുട്ടനും കൂടെ മമ്മിയുടെ അടുത്ത് പോയിട്ട് പെസഹാപ്പം മുറിക്കാൻ പോവുകയാണ് കേട്ടോ. ഞാൻ തിരിച്ച് സിംഗപ്പൂരിലേക്ക് നാളെ പോവുകയാണ് കേട്ടോ, ഗുഡ് ഫ്രൈഡേയുടെ അന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹായക്കുട്ടനെ നമ്മൾ മമ്മിയുടെ അടുത്ത് ഹായക്കുട്ടനെ നിർത്താൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മമ്മിയുടെ അമ്മയുടെ വീട്ടിലാണ് കേട്ടോ പോയത്. ആൾക്കിപ്പോൾ ഏകദേശം ഒരു 90 ഇയേഴ്സ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടാണ് ആദ്യം പെസഹാപ്പം മുറിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടുത്തെ പെസഹാപ്പൊക്കെ മുറിച്ച് ആഘോഷമൊക്കെ കഴിഞ്ഞപ്പം നമ്മുടെ വീട്ടിലേക്കും എല്ലാവരും വന്നിട്ട് പെസഹാപ്പം മുറിച്ചു കേട്ടോ. 2 വീട്ടിലും പപ്പ തന്നെയാണ് കേട്ടോ ഗൃഹനാഥനായിട്ട് മുറിക്കുന്നത്. ഹായയാണ് അവരുടെ കുടുംബത്തിലെ ഏറ്റവും ഇളയ തലമുറയിലുള്ള ഫസ്റ്റത്തെ ആൾ. അപ്പോൾ അതിൻ്റെ ഒരു പ്രിവിലേജ് ഹായക്കുട്ടനും ഉണ്ട് കേട്ടോ. എന്തായാലും എല്ലാവരും ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ പോകുന്ന കാര്യത്തിൽ ഹായ്ക്ക് അത്ര വലിയ സങ്കടമൊന്നുമില്ലായിരുന്നു. ആൾ എനിക്ക് നല്ല കൂളായിട്ട് ബൈ ബൈ ഒക്കെ തന്നു കേട്ടോ. അപ്പോൾ ഇനി ഹായനെ ഞാൻ കാണണമെങ്കിൽ ഒരു 2 months എടുക്കും.